നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇറ്റാലിയൻ പരിശീലകൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വാർത്ത ഇന്ന് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നല്ലോ. അത് പക്ഷേ കൺഫേംഡ് ആണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ആ കോച്ചുമായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ ക്ലബ്ബ് ഇപ്പോഴും ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിനായിട്ട് പരിശീലകരെ സെർച്ച് ചെയ്യുന്നത് തുടരുകയാണ്. അതിലുള്ള കണ്ടൻറ്റേഴ്സിൽ ഒരു ലീഡിങ് കണ്ടൻറ്ററായിട്ട് ഈ ഒരു ഇറ്റാലിയൻ കോച്ചുമുണ്ട് എന്നാണ് 19 സ്റ്റോപ്പേജിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നത്. എന്നല്ലാതെ ഫൈനലൈസ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഇതാ കൊണ്ടുവരുന്നു എന്നൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത്ര കാര്യങ്ങൾ വന്നപ്പോഴേക്കും അത് ഇറ്റാലിയൻ കോച്ച് മുമ്പ് ഗോകുലം കേരള FC പരിശീലിപ്പിച്ച വിസെൻസോ ആൽബർട്ടോ അനീസാണ് എന്ന തരത്തിൽ അദ്ദേഹം ഇതാ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന തരത്തിൽ പലരും വാർത്തകൾ പടച്ചു വിട്ടു. എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത ആ കാര്യത്തിൽ വരികയാണ്. ആശിഷ് നേഗി, ഖേൽനോവിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള ആഷിഖ് നേഗി കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ റൗണ്ട് ഇൻ്റർവ്യൂ ഇറ്റാലിയൻ കോച്ചുമായിട്ട് നടത്തിയിട്ടുണ്ട്. അത് ശരിയാണ്. അതാണല്ലോ 19 സ്റ്റോപ്പേജ് പറഞ്ഞത്, ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ ഈസ് നോട്ട് ഫ്രണ്ട് റണ്ണർ ഫോർ ദാറ്റ് കോച്ചിങ് പൊസിഷൻ. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് പൊസിഷനിലേക്കുള്ള ലീഡിങ് കണ്ടൻറ്ററായിട്ട് എന്തായാലും ആ ഇറ്റലിക്കാരനായിട്ടുള്ള കോച്ചില്ല എന്ന് ഖേൽനോവിൻ്റെ ആശിഷ് നേഗി പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫൈനൽ റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോച്ചിന് വേണ്ടിയിട്ട് ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ആരെ കോച്ചാക്കണം എന്നുള്ള കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. കരോലിസ് ഈസ് ഹെവിലി ഇൻവോൾവ് ഇൻ കോച്ച് സെലക്ഷൻ പ്രോസസ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കരോലിസ് ഇത് വളരെ അധികം ഇൻവോൾവ് ആയിക്കൊണ്ട് ഈ ഒരു വർക്കുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ ആരെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല. ചുരുക്കത്തിൽ ഇറ്റാലിയൻ കോച്ചിൻ്റെ കാര്യത്തിൽ ഇൻ്റർവ്യൂസ് ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നല്ലാതെ അതൊരിക്കലും ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഒരു ഫ്രണ്ട് റണ്ണറായിട്ട് ഈ കാര്യത്തിൽ ഇല്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇന്നിപ്പം ഇതേ വിഷയം തന്നെ മാർക്കസ് മർക്കുലാവോയുടെ ഇറ്റാലിയൻ കോച്ച് വരുന്നു എന്ന് കേട്ടല്ലോ, ഒരു അപ്ഡേറ്റ് കേട്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു വിവരം നൽകാമോ എന്ന് ചോദിച്ചപ്പോൾ നോട്ട് ട്രൂ എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ ഇറ്റാലിയൻ കോച്ച് വരുന്ന കാര്യം ഏതാണ്ട് അവിടെ അങ്ങ് അവസാനിക്കുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് അത് ഇപ്പോൾ ഫൈനലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്ന് വേണം മാർക്കസ് മർഹുലാവോയുടെയും ആശിഷ് നേഗിയുടെയും ഒക്കെ ഈ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.